ഹലോ. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് പ്രാക്ടീസ് ആണ് കേട്ടോ. ഞാൻ ഈ പറയുന്ന സമയത്ത് സെൻറ്റൻസുകൾ പറയുന്ന സമയത്ത് നിങ്ങളിതൊന്ന് ഗസ് ചെയ്യുക. എന്നിട്ട് ഗസ് ചെയ്തിട്ട് എൻ്റെ കൂടെ തന്നെ സ്പീക്ക് ചെയ്യുക കേട്ടോ. നിങ്ങൾ ഗസ് ചെയ്യുന്നത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ നോക്കണം. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് എൻ്റെ കൂടെ തന്നെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് 2-3 രീതിയിൽ പ്രാക്ടീസ് ചെയ്യാം. ഇത് വളരെ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് ആണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. നിനക്ക് നാളെ വരാൻ കഴിയുമോ? എങ്ങനെയാണ് നമ്മൾ ആ സെൻറ്റൻസ് പറയുക? അവിടെ കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ ക്യാൻ വെച്ചിട്ട് നമുക്ക് പറയാം. അപ്പോൾ ക്യാൻ യു കം ടുമോറോ അല്ലേ? ഒന്ന് പറഞ്ഞു നോക്കൂ, എനിക്ക് ശേഷം ഒന്ന് പറഞ്ഞു നോക്കൂ കേട്ടോ. ക്യാൻ യു കം ടുമോറോ. ഇനി കുറച്ചും കൂടി നമ്മളൊന്ന് സ്പീഡ് കൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻ യു കം ടുമോറോ പറഞ്ഞു നോക്കൂ. ഇനി നമ്മളൊരു നോർമൽ സ്പീക്കിംഗ് ടോണിൽ പറയുമ്പോൾ ക്യാൻ യു കം ടുമോറോ എങ്ങനെ പറയാം? ക്യാൻ യു കം ടുമോറോ. ഓക്കെ. ഇനി അടുത്തൊരു സെൻറ്റൻസ്, നീ എന്നെ ഹെൽപ്പ് ചെയ്യോ? ഇവിടെ ഹെൽപ്പ് ചെയ്യോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ക്യാനിൻ്റെ ആവശ്യമല്ല, നമ്മൾ ഒരു വില്ല് വെച്ചിട്ട് നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ എങ്ങനെ പറയാം? വിൽ യു ഹെൽപ്പ് മീ, വിൽ യു ഹെൽപ്പ് മീ. ഇനി നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ, വിൽ യു ഹെൽപ്പ് മീ. കുറച്ചും കൂടി ഒരു സ്പീഡായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വിൽ യു ഹെൽപ്പ് മീ, വിൽ യു ഹെൽപ്പ് മീ. നമ്മൾ സാധാരണ ഒരു സ്പോക്കൺ ടോണിൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ വിൽ യു ഹെൽപ്പ് മീ, വാട്ട്സ് ദാറ്റ്, വിൽ യു ഹെൽപ്പ് മീ. ഒരാളോട് നിങ്ങൾ ചോദിക്കുകയാണ്, നീ തിരക്കിലാണോ? എങ്ങനെ ചോദിക്കുക? വളരെ ഈസി ആയിട്ട് നമുക്ക് ചോദിക്കാം അല്ലേ? എങ്ങനെ ചോദിക്കുക? ആർ യു ബിസി, ആണോ എന്ന് ചോദിക്കാനാണ് അവിടെ നമ്മൾ ആർ ഉപയോഗിച്ചത് കേട്ടോ. ആർ യു ബിസി. നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ, ആർ യു ബിസി, ആർ യു ബിസി, ആർ യു ബിസി. സാധാരണ ചോദിക്കുന്ന ടോണിലാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. ആർ യു ബിസി. ഇപ്പം നിങ്ങൾ ബിസി ആണോ? ആർ യു ബിസി. അടുത്തൊരു സെൻറ്റൻസ്, ഇത് നിൻ്റെ പേനയാണോ എന്ന് നിങ്ങൾ ഒരാളോട് ചോദിക്കുകയാണ്. ഇത് നിൻ്റെ പേനയാണോ? ആണോ, അതൊരു ചോദ്യമാണ് അല്ലേ? അപ്പം നമ്മൾ ആണോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഈസ് ഇറ്റ് എന്ന് ചോദിക്കണം. ഈസ് ഇറ്റ് അല്ലേ? അതൊരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ അവിടെ ചോദിക്കുന്നത്. സോ ഈസ് ഇറ്റ് യുവർ പെൻ? വാട്ട് ഇസ് ഇറ്റ്? ഈസ് ഇറ്റ് യുവർ പെൻ? ഒരു നോർമൽ ടോണിൽ പറയുമ്പോൾ എങ്ങനെയാണ്? ഇസ് ഇറ്റ് യുവർ പെൻ? അപ്പോൾ നിങ്ങൾ ആ ഒരു ടോണിലാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. ആദ്യം മെല്ലെ, അപ്പോൾ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാളാണെങ്കിൽ ആദ്യം മെല്ലെ പറഞ്ഞു നോക്കുക. അതിനുശേഷം അതിൻ്റെ സ്പീഡ് കൂട്ടി ഒരു നാച്ചുറൽ ടോണിലേക്ക് നിങ്ങൾ കൊണ്ടുവരിക കേട്ടോ. ഇസ് ഇറ്റ് യുവർ പെൻ? ഇസ് ഇറ്റ് യുവർ പെൻ? നിങ്ങൾ പുക വലിക്കുമോ? നമ്മൾ ഒരാളോട് ചോദിക്കുകയാണ്, നിങ്ങൾ പുക വലിക്കുമോ, പുക വലിക്കാറുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അതെങ്ങനെ ചോദിക്കുക? എങ്ങനെ ചോദിക്കുക? ഡു യു എന്നാ ചോദിക്കുക. ഡു യു, പിന്നെ എന്താണ് അവിടുത്തെ ആക്ഷൻ? വലിക്കുക അല്ലെ? ഇതിന് നമ്മൾ സ്മോക്ക് എന്ന് പറയും. സോ ഡു യു സ്മോക്ക്? വാട്ട് ഈസ് ദാറ്റ് ക്വസ്റ്റ്യൻ? ഡു യു സ്മോക്ക് എന്ന് പറഞ്ഞു നോക്കൂ. ഡു യു സ്മോക്ക്? ഡു യു സ്മോക്ക്? ഡു യു സ്മോക്ക് അല്ലേ? നമ്മൾ നാച്ചുറലി ഒരാളോട് ചോദിക്കുമ്പോൾ ഡു യു സ്മോക്ക്, ഡു യു സ്മോക്ക്. യു അണ്ടർസ്റ്റാൻഡ്? ആ രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യാം. അവൾ വരുന്നുണ്ട്. ഇപ്പോൾ ഒരാൾ വരുന്നത് നിങ്ങൾ കാണുകയാണ്, അവളാണ്. അപ്പോൾ അവൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ പറയുക? ഷീ ഈസ് കമ്മിങ്. വാട്ട്സ് ദാറ്റ്? ഷീ ഈസ് കമ്മിങ്. അവളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ കാണുകയാണ്, നിങ്ങളുടെ മുമ്പിൽ നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയാണ് പറയുക, ഷീ ഈസ് കമ്മിങ്. വാട്ട്സ് ദാറ്റ്? ഷീ ഈസ് കമ്മിങ്. ഇനി ഒന്ന് പറഞ്ഞു നോക്കൂ, ഷീ ഈസ് കമ്മിങ്, ഷീ ഈസ് കമ്മിങ്, ഷീ ഈസ് കമ്മിങ്. സിമ്പിളി ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ പറയാം ഷീ ഈസ് കമ്മിങ്. അത് അവൾ വരുന്നു, അവൾ വന്നുകൊണ്ടിരിക്കുന്നു. ഷീ ഈസ് കമ്മിങ്. ഞാൻ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെ പറയാ? ഐ ആം. അവിടെ നമ്മൾ ഐ ആം ഗോയിങ് അല്ലേ? ഐ ആം ഗോയിങ്, ഞാനാണ് എയർപോർട്ടിലേക്ക് പോകുന്നത്. സോ ഐ ആം ഗോയിങ് ടു ദി എയർപോർട്ട്. വാട്ട്സ് ദാറ്റ്? ഐ ആം ഗോയിങ് ടു ദി എയർപോർട്ട്. യു അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ ഒന്നുകൂടി പറഞ്ഞു നോക്കൂ, ഐ എം ഗോയിങ് ടു ദി എയർപോർട്ട്. ഒരാൾ നിങ്ങളെ വിളിക്കുകയാണ്, നീ എവിടെയാണ്, എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? സോ ദിസ് ഈസ് യുവർ ആൻസർ. ഐ എം ഗോയിങ് ടു ദി എയർപോർട്ട്, ഐ എം ഗോയിങ് ടു ദി എയർപോർട്ട്. നീ എന്തിനെ കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? അതൊരു ചോദ്യമാണല്ലോ അല്ലേ? അപ്പോൾ ആ ഒരു ചോദ്യം നിങ്ങൾ എങ്ങനെ ചോദിക്കുക? നീ എന്തിനെ കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? അപ്പോൾ എന്ത് എന്നുള്ളതിന് വാട്ട് എന്നാണ്. സോ ലെറ്റ് സ്റ്റാർട്ട് that question with what. So what are you talking about? എന്താ പറയുക? What are you talking about?
ടോക്കിംഗ് അബൌട്ട്, എന്തിനെ കുറിച്ച് അല്ലേ. സോ വാട്ട് ആർ യു ടോക്കിംഗ് അബൌട്ട്. നമ്മൾ ഈ മലയാളത്തിൻ്റെ അതേ സെൻറ്റൻസ് ഓർഡർ നിങ്ങൾ ഇംഗ്ലീഷിലേക്ക് കൊടുക്കരുത് കേട്ടോ. കുറേ ആളുകൾ ഇത് പഠിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് അതാണ്. ഈ സെൻറ്റൻസ് ഇതിൻ്റെ സ്ട്രക്ചർ രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ അത് ഇംഗ്ലീഷിന് നമ്മൾ ഇംഗ്ലീഷായിട്ട് തന്നെ മനസ്സിലാക്കിയിട്ട് ആ രീതിയിൽ പഠിക്കണം. അപ്പോഴേ നമുക്കത് കൃത്യമായിട്ട് കിട്ടുള്ളൂ. മലയാളത്തിൽ നിന്ന് കറക്റ്റായിട്ട് നമ്മൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മാറിപ്പോകും, അതിൻ്റെ സ്ട്രക്ചറൊക്കെ മാറിപ്പോകും. സോ വാട്ട് ആർ യു ടോക്കിംഗ് അബൌട്ട്. ഇനി ഒരു നാച്ചുറൽ ടോണിലൊന്ന് പറഞ്ഞു നോക്കൂ. വാട്ട് ആർ യു ടോക്കിംഗ് അബൌട്ട് എന്ന് പറഞ്ഞു നോക്കൂ. വാട്ട് ആർ യു ടോക്കിംഗ് അബൌട്ട്. വാട്ട് ആർ യു ടോക്കിംഗ് അബൌട്ട്. നീ എന്തിനെ കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ പറയാ? ഐ ആം ഹാവിങ് ബ്രേക്ക്ഫാസ്റ്റ്. ഐ ആം ഹാവിങ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളോട് ഒരാൾ ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ പറയാം? ഹാവിങ് ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ലോ ആയിട്ടും ഒരു നാച്ചുറൽ ടോണിലും ഒക്കെ പ്രാക്ടീസ് ചെയ്യാം. നമ്മുടെ വായിൽ നിന്ന് എത്രമാത്രം ഇത് കൂടുതൽ പുറത്തേക്ക് വരണോ അത്രമാത്രമാണ് ഒരു ഭാഷയിൽ നമുക്ക് അതിൻ്റെ ഒരു ഫ്ലുവൻസിയും അതിൻ്റെ ഒരു എന്താ പറയുക, ആ ഭാഷയിലുള്ള നമുക്കൊരു പ്രൊഫഷ്യൻസി ഒക്കെ ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ഇതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുക കേട്ടോ. ഇനി അടുത്തൊന്ന്, അവൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാറില്ല. അവൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാറില്ല. അതെങ്ങനെ പറയാം നമ്മൾ? അവൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാറില്ല. അപ്പോൾ നമ്മളത് ഇങ്ങനെയാണ് പറയാം. ഷീ, അവളല്ലേ ഷീ. പിന്നെ അവിടെ ഇല്ല എന്നുള്ളതിന് ഡസ് നോട്ട് എന്ന് നമ്മൾ പറയണം. ഷീ ഡസ് നോട്ട്. പിന്നെ അറ്റൻഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, മലയാളത്തിൽ പറഞ്ഞപ്പോഴും അറ്റൻഡ് തന്നെ പറഞ്ഞു. സോ ഷീ ഡസ് നോട്ട് അറ്റൻഡ് ദ ക്ലാസ് അല്ലേ. ഷീ ഡസ് നോട്ട് അറ്റൻഡ് ദ ക്ലാസ്. അവൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാറില്ല, സാധാരണ അറ്റൻഡ് ചെയ്യാറില്ല എന്നാണ് അതിനർത്ഥം കേട്ടോ. വാട്ട്സ് ദാറ്റ്? ഷീ ഡസ് നോട്ട് അറ്റൻഡ് ദ ക്ലാസ്. വാട്ട്സ് ദാറ്റ്? ഷീ ഡസ് നോട്ട് അറ്റൻഡ് ദ ക്ലാസ്. ഞാൻ ഇന്നലെ വന്നു. ഞാൻ ഇന്നലെ വന്നു. കഴിഞ്ഞതാണ്, ഇന്നലെ നടന്നതാണ് അല്ലേ. അപ്പോൾ എങ്ങനെ പറയാ? ഐ വന്നു. വാട്ട്സ് ദാറ്റ്? കം അല്ല, കെയിം. സോ ഐ കെയിം എപ്പോ? യെസ്റ്റർഡേ. സോ ഐ കെയിം യെസ്റ്റർഡേ. ഐ കെയിം യെസ്റ്റർഡേ. ഐ കെയിം യെസ്റ്റർഡേ. നീ എപ്പോഴാണ് വന്നേ? ഐ കെയിം യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ വന്നു. അവരൊരു പുതിയ കാറ് വാങ്ങി. അവരൊരു പുതിയ കാറ് വാങ്ങി. വാട്ട്സ് ദാറ്റ്? ഇത് പാസ്റ്റ് ആണ് കേട്ടോ. വാങ്ങി, വാങ്ങിക്കഴിഞ്ഞു എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ദേ അല്ലേ. വാങ്ങിക്കുക എന്നുള്ളതിന് ബൈ ആണ്. ഇതിൻ്റെ പാസ്റ്റ് എന്താണ്? ബോട്ട്. ബൈ, ബോട്ട്, ബോട്ട്. സോ ദേ ബോട്ട് എ ന്യൂ കാർ. അവരൊരു പുതിയ കാർ വാങ്ങി. ദേ ബോട്ട് എ ന്യൂ കാർ. ദേ ബോട്ട് എ ന്യൂ കാർ. ദേ ബോട്ട് എ ന്യൂ കാർ. എന്തുകൊണ്ട് നിനക്ക് നാളെ വരാൻ കഴിയില്ല? നിങ്ങൾ ഒരാൾ ചോദിക്കുകയാണ്. എങ്ങനെയാണ് ചോദ്യം ചോദിക്കുക? എന്തുകൊണ്ട് നിനക്ക് വരാൻ കഴിയില്ല എങ്ങനെ ചോദിക്കും? വൈ. അവിടെ ചോദ്യം വേണം അല്ലേ, ക്വസ്റ്റ്യൻ വേർഡ് വേണം. സോ വൈ, കഴിയില്ല എന്ന് പറയാൻ കാൺട്ട്. സോ വൈ കാൺട്ട് യു കം. വൈ കാൺട്ട് യു കം എപ്പോ? നാളെ. സോ വാട്ട്സ് ദാറ്റ്? വൈ കാൺട്ട് യു കം ടുമോറോ. വൈ കാൺട്ട് യു കം ടുമോറോ. നിങ്ങളവിടെ ചോദിക്കുകയാണ്, വൈ കാൺട്ട് യു കം ടുമോറോ. എന്തുകൊണ്ട് നിനക്ക് നാളെ വരാൻ കഴിയില്ല? വൈ കാൺട്ട് യു കം ടുമോറോ. ഓക്കെ. ഇനി ഇതേ സംഗതി നമ്മൾ ചെറിയ മാറ്റത്തോട് കൂടിയിട്ട്, നീ നാളെ എന്തുകൊണ്ട് വരില്ല. ആദ്യം ഞാൻ ചോദിച്ചത് എന്തുകൊണ്ട് വരാൻ കഴിയില്ല, കഴിയുക എന്നുള്ളതിനെ വേർഡ് നമ്മൾ അവിടെ ഉപയോഗിച്ചു. എന്താണത്? കാൺട്ട്. ഇവിടെ നമ്മൾ പറയുന്നത് നീ നാളെ എന്തുകൊണ്ട് വരില്ല. അപ്പോൾ നമ്മൾ എങ്ങനെ പറയാ? വൈ ഡോണ്ട്. വൈ ഡോണ്ട് യു കം ടുമോറോ. എന്തുകൊണ്ട് നീ നാളെ വരില്ല. വൈ ഡോണ്ട് യു കം ടുമോറോ. യു അണ്ടർസ്റ്റാൻഡ്? വൈ ഡോണ്ട് യു കം ടുമോറോ. മറ്റേ എന്തായിരുന്നു? എന്തുകൊണ്ട് നിനക്ക് നാളെ വരാൻ കഴിയില്ല. കഴിയാന്നുള്ളതിനും കൂടി നമ്മൾ അവിടെ ഇമ്പോർട്ടൻസ് കൊടുത്തു. സോ വൈ കാൺട്ട് യു കം ടുമോറോ. ഇനി ചെറിയൊരു മാറ്റത്തോട് കൂടിയിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, നീ ഇന്നലെ എന്തുകൊണ്ട് വന്നില്ല. നീ ഇന്നലെ എന്തുകൊണ്ട് വന്നില്ല. അതെങ്ങനെ പറയാ? നിങ്ങൾക്ക് എന്തെങ്കിലും ഗസ് ഉണ്ടോ? വൈ ഡിഡ്ന്റ് യു കം യെസ്റ്റർഡേ. വൈ ഡിഡ്ന്റ് യു കം യെസ്റ്റർഡേ. ഇന്നലെ വരാത്തൊരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചോദിക്കുന്നത്. സോ വൈ ഡിഡ്ന്റ് യു കം യെസ്റ്റർഡേ. നിനക്ക് നാളെ എന്തുകൊണ്ട് വരാൻ കഴിയില്ല. അതെങ്ങനെ ചോദിക്കുക? വൈ കാൺട്ട് യു കം ടുമോറോ. വൈ കാൺട്ട് യു കം ടുമോറോ. ഇനി നാളെ നീ എന്തുകൊണ്ട് വരില്ല. വൈ ഡോണ്ട് യു കം ടുമോറോ. ഇന്നലെ നീ എന്തുകൊണ്ട് വന്നില്ല. വൈ ഡിഡ്ന്റ് യു കം യെസ്റ്റർഡേ.
വൈ ഡിഡിൻറ്റ് യു കം യെസ്റ്റർഡേ? ആരാണ് ഈ കത്തെഴുതിയത്? സിംപിളി നിങ്ങൾ ഒരാളോട് ചോദിക്കുകയാണ്. എങ്ങനെ ചോദിക്കുക? ഹൂ റോട്ട് ദിസ് ലെറ്റർ? ഹൂ റോട്ട്? ഇവിടെ റൈറ്റ് എന്നുള്ളതിൻ്റെ പാസ്റ്റ് ആണ് റോട്ട്. അപ്പോൾ നമ്മൾ പാസ്റ്റിലാണ് ചോദിക്കുന്നത്, ആരാണ് ഈ കത്തെഴുതിയത് അല്ലേ? അല്ലെങ്കിൽ ആര് ഈ കത്തെഴുതി? സോ ഹൂ റോട്ട് ദിസ് ലെറ്റർ? അതേപോലെ ആരാണ് ഈ ചോദ്യം ചോദിച്ചത്? അതെങ്ങനെ ചോദിക്കുക? ഹൂ ആസ്ക്ഡ് ദിസ് ക്വസ്റ്റ്യൻ? ഹൂ ആസ്ക്ഡ് ദിസ് ക്വസ്റ്റ്യൻ? യു അണ്ടർസ്റ്റാൻഡ്? ഇനി ഒരു 4 സെൻറ്റൻസ് ഞാൻ പറയാം. ഈ 4 സെൻറ്റൻസുകൾ നിങ്ങൾ ഇംഗ്ലീഷിലേക്ക് ആക്കിയിട്ട് ഇവിടെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക കേട്ടോ. ഞാനത് കറക്റ്റ് ചെയ്യുന്നതായിരിക്കും. ഒന്നാമത്തേത്, ആരാണ് ആദ്യം വന്നത്? ആരാണ് ആദ്യം വന്നത്? ഇനി രണ്ടാമത്തേത്, അവൾ ഒരു പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. അവൾ ഒരു പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. നീ പത്രം വായിക്കാറുണ്ടോ? നീ പത്രം വായിക്കാറുണ്ടോ? ആൻഡ് ദ ഫൈനൽ വൺ, നിനക്ക് വെള്ളിയാഴ്ച വരാൻ പറ്റുമോ? നിനക്ക് വെള്ളിയാഴ്ച വരാൻ പറ്റുമോ? സോ ദാറ്റ്സ് ഓൾ. ഐ ഹോപ്പ് ദിസ് വാസ് റിയലി ഹെൽപ്ഫുൾ ഫോർ യു. സോ ഞങ്ങളുടെ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളുണ്ട്. നിങ്ങളുടെ ഫ്രീ ടൈമിനനുസരിച്ച് ലോകത്തിൻ്റെ ഏത് ഭാഗത്തുനിന്നും വളരെ ഈസി ആയിട്ട് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഭാഷ ഫ്ലുവൻ്റ് ആക്കാൻ പഠിക്കാം കേട്ടോ. അപ്പോൾ ഈ കോഴ്സിൽ നിങ്ങൾക്ക് ലോകത്തിൻ്റെ ഏത് ഭാഗത്തും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. നിങ്ങളുടെ ടൈമിനനുസരിച്ചിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള കോഴ്സുകൾ നമുക്കുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ നമ്പർ കൊടുക്കുന്നുണ്ട്, കോൺടാക്ട് ചെയ്യാം. പിന്നെ അതോടൊപ്പം ഞങ്ങളുടെ കോഴ്സുകളും ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ചെറിയൊരു എമൗണ്ടിന് ഈ കോഴ്സുകൾ വാങ്ങിക്കാം. വളരെ ഇഫക്റ്റീവായിട്ട് തയ്യാറാക്കിയിട്ടുള്ള ലെസൺസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. സോ ഐ വിൽ ബി ബാക്ക് സൂൺ അഗൈൻ വിത്ത് അനദർ യൂസ്ഫുൾ ലെസൺ. ടിൽ ദെൻ, ബൈ ബൈ.